Hello, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് ക്രോഷേ. ക്രോഷേ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ബേസിക്കായിട്ട് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് പഠിക്കാമെന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനെങ്ങനെയാണ് ക്രോഷേ പഠിച്ചതെന്ന് പറയാം. ഈ സമ്മർ വെക്കേഷൻ ടൈമിൽ എന്തെങ്കിലും പുതിയ ഹോബീസ് പഠിക്കണം എന്ന് ആലോചിച്ചപ്പോൾ ക്രോഷയാണ് എൻ്റെ മൈൻഡിലോട്ട് വന്നത്. സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ മെയ് ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാനിത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാനിതുപോലെ ഓൺലൈനിൽ നിന്ന് ഒരു ക്രോഷേ കിറ്റൊക്കെ വാങ്ങി അതിലുള്ള മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ട് പഠിച്ച് തുടങ്ങിയ ഒരു സംഭവമാണ്. ഇപ്പോൾ ദാ ഇത്രയും സാധനങ്ങൾ, അത് ഇതിൽ കാണിക്കാത്ത കുറേ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റി. എനിക്ക് ക്രോഷേ പഠിച്ചത് വേർത്തായിട്ടാണ് തോന്നിയത്. കാരണം ഈ ഫോണൊക്കെ നോക്കിയിരിക്കുന്ന ടൈം കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ബാഗ് മുതൽ ഡ്രസ്സ് വരെ ഉണ്ടാക്കാം. ക്രോഷേ പഠിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ആദ്യം തന്നെ നോക്കാം. ഫസ്റ്റ് തന്നെ മെറ്റീരിയൽസ് വേണമല്ലോ. ഇത്രയും മെറ്റീരിയൽസൊക്കെ ഒന്നും കണ്ട് ആരും ഞെട്ടണ്ട. ഇത്രയും മെറ്റീരിയൽസ് ഒന്നും വേണ്ട. ഇത് ഞാൻ ക്രോഷേ കിറ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായ സാധനങ്ങളാണ്. ഇതൊന്നല്ല, ഇതിൽ കൂടുതലുണ്ടായിരുന്നു. വെറുതെ ഇതൊക്കെ എന്തിനാണ് വാങ്ങിയെന്ന് എനിക്കിപ്പോൾ ക്രോഷേ പഠിച്ചു കഴിഞ്ഞപ്പോൾ തോന്നുന്നുണ്ട്. ഇത്ര സാധനങ്ങളൊന്നും വേണ്ട. ആകെ ഇത്ര സാധനങ്ങൾ മതി. ഇത്രയും യാൺസൊന്നും വേണ്ട കേട്ടോ. ആദ്യം കുറച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു യാണോ ഒന്നോ രണ്ടോ യാണൊക്കെ മതി. ഫസ്റ്റ് തന്നെ യാൺസിനെ പറ്റി പറയാം. യാൺസ് ഞാൻ ബേസിക്കലി ട്രൈ ചെയ്തിട്ടുള്ളത് 2 യാൺസാണ്. ഒന്ന് ആക്രിലിക് യാൺസും ഒന്ന് കോട്ടൺ യാൺസും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആക്രിലിക് യാൺസ് തന്നെയാണ്. ഇപ്പോൾ കാണിക്കുന്ന 4 യാൺസ് ഉണ്ടല്ലോ, അത് 4ഉം ആക്രിലിക് യാൺസാണ്. പിന്നെ സൈഡിലിരിക്കുന്ന റെഡ് യാണാണ് കോട്ടൺ യാൺ. ബിഗിനേഴ്സിന് ബെസ്റ്റ് ആക്രിലിക് യാൺസ് ആയിരിക്കും. കാരണം ഈ കോട്ടൺ യാൺസിൻ്റെ ഈ എൻഡ് ഉണ്ടല്ലോ, അതിങ്ങനെ സെപ്പറേറ്റഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്രിലിക് യാൺസിന് ഇത്ര വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് അതായിരിക്കും കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് ബിഗിനേഴ്സിന്. പിന്നെ യാൺസ് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഷോപ്സിലായാലും കിട്ടും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ക്രോഷേ ഹൂക്കിനെ പറ്റിയിട്ട് സംസാരിക്കാം. ക്രോഷേ ഹൂക്ക് എൻ്റെ അടുത്ത് ഞാൻ കുറച്ചധികം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഓൺലൈനിൽ നിന്ന് സെറ്റായിട്ട് വാങ്ങിയപ്പോൾ എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 1-2 ഒക്കെ മതി. ക്രോഷേ ഹൂക്കിൻ്റെ സൈസ് നോക്കിയിട്ട് വേണം വാങ്ങാൻ. ഇവിടെ ആയിട്ട് സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ 4.5 ആണ് എഴുതിയിട്ടുള്ളത്. ഇനിയിപ്പോൾ യാൺസ് ഉണ്ടല്ലോ നിങ്ങൾ വാങ്ങണം, അതിലും ഇതുപോലെ സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ചുള്ള യാൺ വാങ്ങുക. ക്രോഷേ ഹൂക്കിനെ പറ്റി ഇത്രയും പറയാനുള്ളൂ. പിന്നെ ഇത് ഹോൾഡ് ചെയ്യാനൊക്കെ പഠിക്കണം കേട്ടോ. അത് വലിയ പാടൊന്നുമില്ല, സിമ്പിളാണ്. ഒന്ന് അതിനായിട്ട് യൂസ്ഡ് ആയാൽ മതി. ഇനി അടുത്തത് സ്റ്റിച്ച് മാർക്കറാണ്. ഇത് സ്റ്റിച്ചസൊക്കെ മാർക്ക് ചെയ്യാനാണ്. ഇത് ബേസിക്സ് പഠിക്കുമ്പോൾ ഒന്നും ആവശ്യമില്ല. ബട്ട് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ആവശ്യം വരും. പിന്നെ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിന് പകരം നമുക്ക് സേഫ്റ്റി പിന്നായാലും യൂസ് ചെയ്യാം. സെയിം പർപ്പസ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് ഇതുപോലെ ഒരു നീഡിലാണ്. ഇത് അത്ര അത്യാവശ്യമില്ല, പക്ഷേ വർക്ക്സൊക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരും. നല്ല ബിഗിനേഴ്സിന് അത്ര അത്യാവശ്യമുള്ള സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയാണ് മെറ്റീരിയൽസ്. ഇനി അടുത്തത് എങ്ങനെ പഠിക്കുക, എവിടെ നിന്ന് പഠിക്കുക, അങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ പിൻട്രസ്റ്റിൽ കുറേ ക്യൂട്ട് ഫോട്ടോസൊക്കെ കണ്ടിട്ടായിരിക്കും ക്രോഷേ പഠിക്കാൻ ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ ആദ്യം തന്നെ അതുപോലത്തെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതുപോലെ സിമ്പിളായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. കുഞ്ഞി സ്റ്റാറോ കുഞ്ഞി ഹാർട്ടോ അങ്ങനെ എന്തെങ്കിലും ചെറിയ സാധനം. പിന്നെ ക്രോഷേ പ്രോജക്റ്റ് ഫോർ ബിഗിനേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽസ് കിട്ടും. അത് മാത്രമല്ല, കുറച്ച് നല്ല വലിയ പ്രോജക്ട്സിൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽസ് യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്ത് തപ്പിപ്പിടിച്ച് നല്ല സിമ്പിളായിട്ടുള്ള ട്യൂട്ടോറിയൽസൊക്കെ നോക്കി കണ്ടുപിടിച്ച് അതൊക്കെ ചെയ്ത് നോക്കാം. ഞാൻ പ്രോജക്റ്റിലൂടെ ക്രോഷേ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത് അതാകുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നില്ല. അല്ലെങ്കിൽ ബേസിക്സ് പഠിക്കാനാണ് നല്ലത്. പക്ഷെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ആഗ്രഹം കാരണം നമുക്ക് ബേസിക്സ് പഠിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നും. ഇതാകുമ്പോൾ നമ്മൾ ചെയ്ത് ഓരോ ചെറിയ പ്രൊജക്ട്സ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ സ്റ്റിച്ചസായിട്ട് നമ്മൾ പഠിച്ചു വരും. നിങ്ങൾക്ക് ബേസിക്സ് ഒക്കെ പഠിക്കാനുള്ള അത്ര ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ ബേസിക്സ് പഠിച്ചിട്ടാണ് തുടങ്ങണമായിരിക്കും നല്ലത്. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത് അതിലൂടെ പഠിക്കാനാണെങ്കിൽ അങ്ങനെയാലും ചെയ്യാം. ഞാൻ ഇതുപോലെ ചെറിയ പ്രോജക്ട്സ് ചെയ്ത് തന്നെ കേട്ടോ സ്റ്റിച്ചസൊക്കെ പഠിച്ചത്. ഞാൻ യൂട്യൂബ് നോക്കി തന്നെയാണ് എല്ലാ ക്രോഷേ പ്രോജക്ട്സും ചെയ്തിട്ടുള്ളത് ഇതുവരെ. ഇനിയിപ്പം ഞാനൊരു ബിഗിനർ തന്നെയാണ് കേട്ടോ. ഞാൻ ക്രോഷേ പഠിച്ചു തുടങ്ങിയിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ, അതും യൂട്യൂബ് നോക്കി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ക്രോഷേ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ടായിരുന്നു. മറ്റേ ക്രോഷേ ഹാർട്ട് ഉണ്ടല്ലോ, അത് ഞാൻ 2-3 ദിവസമൊക്കെ എടുത്തുണ്ടാക്കിയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു ഇത് ഇച്ചിരി തട്ടിക്കൂട്ട് പരിപാടി കേട്ടോ. ആ ലീഫൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ആദ്യം ട്യൂലിപ്പ് ഉണ്ടാക്കിയിട്ട് ആ ലീഫ് ഉണ്ടാക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയതാണ്. ഈ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ക്രോഷേ പഠിക്കാൻ ഒരു മോട്ടിവേഷനൊക്കെ കയറി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്രോഷേ ട്യൂലിപ്സ് എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ഒരു സാധനമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെക്കേഷനാണ് ഇത് ഉണ്ടാക്കാൻ പഠിച്ചതെന്ന്. അപ്പോൾ അതുകൊണ്ട് ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് വാങ്ങിയപ്പോൾ ഞാൻ പൗച്ചൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല. എനിക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. അതുപോലെ തന്നെ ഞാൻ 2-3 ദിവസം എടുത്തിട്ടുണ്ടാക്കിയതാട്ടോ. ഇതൊക്കെ കുറച്ച് പെട്ടെന്ന് ചെയ്ത വർക്കായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇനിയും കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുളമായി പോയതും ഉണ്ട്.
സോ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ഒന്നും ശരിയാവില്ല കേട്ടോ, നമുക്ക് ആകെ ദേഷ്യം വരും. പക്ഷേ കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ചെയ്യുക. ഇപ്പോൾ ക്ഷമയില്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്ത് തന്നെ ക്ഷമയൊക്കെ നിങ്ങളങ്ങോട്ട് പഠിച്ചോളും. പക്ഷെ ഒരു സാധനം ഉണ്ടാക്കാൻ കുറച്ച് പാടൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. പിന്നെ ഈ ഫോണും ടി വിയൊക്കെ കണ്ടിരിക്കണ നേരം ഇതുപോലെ നല്ല കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഒരു ബാഗോ ഒരു ഡ്രസ്സോ ഒരു പൗച്ചൊക്കെ കിട്ടുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ഫസ്റ്റ് ബാഗ്. അതിൻ്റെ കുറവുകളൊക്കെ അതിൽ കാണാനുണ്ട്. പെട്ടെന്നൊരു ദിവസം എന്തുകൊണ്ട് ബാഗ് ട്രൈ ചെയ്തുകൂടാന്ന് തോന്നിയിട്ടുണ്ടാക്കിയൊരു സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷമയില്ലാണ്ട് ഞാൻ ആ സ്ട്രാപ്പൊക്കെ എത്തിയപ്പോഴത്തേക്കും വേഗം എന്തൊക്കെയോ കാണിച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ക്രോഷ്യയുടെ ഓരോ പ്രൊജക്ട്സ് ഉണ്ടാക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽസ് സെർച്ച് ചെയ്ത് യൂട്യൂബിൽ കുറേ കിട്ടും. ഞാൻ ഇപ്പോൾ കാണിച്ചേക്കുന്ന എല്ലാ സാധനവും ഞാൻ ഈ ട്യൂട്ടോറിയൽസ് നോക്കി തന്നെ ഉണ്ടാക്കിയതാണ്. എനിക്ക് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. ആൻഡ് ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്രോജക്റ്റ്. ഇതാണ് ഞാൻ ലാസ്റ്റായിട്ട് ചെയ്ത പ്രോജക്റ്റ് കേട്ടോ. നല്ല അടിപൊളി ബാഗാണ്. ഇത് ഞാൻ കുത്തിയിരുന്ന് ക്ഷമയോടെ ഉണ്ടാക്കിയതാണ്. എനിക്ക് തോന്നുന്നു 1-2 മാസം എടുത്തു. അത് പിന്നെ ഈ ആൻസൊക്കെ വന്ന് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും നേരം ഞാൻ ഉണ്ടാക്കി സക്സസ്ഫുൾ ആയിട്ടുള്ള വർക്ക്സ് അല്ല നിങ്ങൾ കണ്ടത്. ഇനിയിപ്പോൾ ആ കോളായൊരു വർക്കാണ്. ഒന്നല്ല കേട്ടോ, അതിൽ കൂടുതൽ കോളായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എവിടെയെന്ന് എനിക്കറിയില്ല. ഇത് മാത്രമേ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളൂ. ഇത് മറ്റേ ക്രോഷ്യ ഫ്ലവർ ബൊക്കെ ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ, ആ സാധനമാണ്. ഇത് ഇത്രയും ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മടുത്തതുകൊണ്ട് പിന്നെ എനിക്കിത് ചെയ്യാൻ തോന്നിയില്ല. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ബേസിക്കായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ക്രോഷ്യ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് 1-2 മെറ്റീരിയൽസൊക്കെ ഞാൻ ആദ്യം കാണിച്ച മെറ്റീരിയൽസ് ആദ്യം ക്രോഷ്യ ഹൂക്ക് ഞാൻ മാത്രം വാങ്ങിയിട്ട് ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. ബേസിക്സ് പഠിക്കുക, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഉണ്ടാക്കി ബേസിക് സ്റ്റിച്ചസൊക്കെ പഠിക്കുക. യൂട്യൂബിൽ ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് ഉണ്ട്, അതിനനുസരിച്ച് സെർച്ച് ചെയ്യുക. ആദ്യം തന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഉണ്ടാക്കാൻ പറ്റാണ്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കരുത്. ആസ് എ ബിഗിനർ എനിക്ക് ഇത്രയൊക്കെ ക്രോഷ്യനെ പറ്റി പറഞ്ഞു തരാൻ അറിയുള്ളൂ. ഇനിയിപ്പം ഞാൻ ചെയ്ത് എന്തെങ്കിലും അറിവൊക്കെ കിട്ടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഒന്നും നോക്കണം, ക്രോഷ്യ പഠിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഓടിപ്പോയി ക്രോഷ്യ പഠിച്ചോളൂ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി.